എവിടെ പോയി സുരേഷ് ഗോപി? ഇടതു സർക്കാർ ജനങ്ങൾക്ക് നേരെ അതിക്രമങ്ങൾ അഴിച്ചുവിടുന്നു, ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്നൊക്കെ നാഴികയ്ക്ക് 40 വട്ടം എന്നോണം പറഞ്ഞു നടന്നിട്ട് തന്റെ മണ്ഡലത്തിലെ സർക്കാർ നിയമിച്ച ഒരാൾക്ക് നേരെ ജാതീയമായി ഇത്രയേറെ അതിക്രമങ്ങൾ നടന്നിട്ടും അതിലൊന്നും ഇടപെടാതെ ആ മഹാനിത് എവിടെ പോയി കിടക്കുകയാ? ക്ഷേത്രത്തിൽ താഴ്ന്ന ജാതിക്കാർക്കും പ്രവേശനം വേണമെന്ന് പറഞ്ഞ് സമരം നടത്തിയ നാടാണിത്. അവിടെയാണ് ഇതുപോലെയുള്ള അല്പന്മാർ വന്നു കിടന്ന് വിരകുന്നത്. രാവിലെ മുതൽ രാത്രി വരെ ഹിന്ദു ഉണരണം എന്നും പറഞ്ഞിരുന്നിട്ട് ഹിന്ദു ഒന്ന് ഉണർന്നപ്പോൾ പിടിച്ചു വലിച്ച് താഴെയിട്ട തന്ത്രിമാരെ കൈകാര്യം ചെയ്യുന്നില്ലേ? അതോ ഹിന്ദു ഉണരേണ്ടത് വോട്ട് ചെയ്യാൻ മാത്രമാണോ? അതിനിന്ദ്യമായ ജാതി വിവേചനത്തിൽ ഉള്ളുപൊള്ളിയ BA ബാലു ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ജോലി രാജിവെച്ചിട്ടുണ്ട്. ഇന്നലെ രാവിലെയാണ് ക്ഷേത്രത്തിലെത്തിയ ബാലു അഡ്മിനിസ്ട്രേറ്റർ K ഉഷാനന്ദിനിക്ക് രാജിക്കത്ത് നൽകിയത്. കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് പരീക്ഷയിൽ 1ാം റാങ്കുകാരനാണ് ഈഴവ സമുദായാംഗമായ ബാലു. ഫെബ്രുവരി 24-ന് ബാലു ചുമതലയേറ്റ ശേഷം ക്ഷേത്രത്തിലെ 6 ബ്രാഹ്മണ തന്ത്രിമാരും ക്ഷേത്ര ബഹിഷ്കരണ സമരം നടത്തുകയുണ്ടായി. മാർച്ച് 5-ന് ബാലുവിനെ ഓഫീസ് അറ്റൻഡറായി മാറ്റി. ഇതിനുശേഷമാണ് തന്ത്രിമാർ പ്രതിഷ്ഠാദിനം ഉൾപ്പെടെയുള്ള ക്ഷേത്ര ചടങ്ങുകൾക്ക് എത്തിയത്. കഴകം ജോലി അമ്പലവാസികൾ തന്നെ നിർവഹിക്കണമെന്നാണ് ഇവരുടെ നിലപാട്. അടിച്ചുതള്ളി ജീവനക്കാരനായ രാജേഷ് പിഷാരടിയാണ് ഇപ്പോൾ മാലയെട്ട് കഴകം ജോലി ചെയ്യുന്നത്. വിവാദങ്ങളെ തുടർന്ന് മാർച്ച് 6 മുതൽ ബാലു അവധിയിലായിരുന്നു. 31-ന് അവധി അവസാനിക്കുകയും ചെയ്തു. വ്യക്തിപരവും ആരോഗ്യപരവുമായ കാരണങ്ങളാലാണ് രാജി എന്നുമാണ് കത്തിലുള്ളത്. തിരുവനന്തപുരം നെടുമങ്ങാട് ആര്യനാട് സ്വദേശിയായ ബാലു ഇംഗ്ലീഷിൽ MA കാരനാണ്. റാങ്ക് ലിസ്റ്റിൽ ആദ്യ റാങ്കുകാരനായതിനാൽ ജനറൽ വിഭാഗത്തിലാണ് ജോലി ലഭിച്ചത്. രാജി അംഗീകരിച്ചത് അറിയിച്ചാൽ ഇതേ റാങ്ക് ലിസ്റ്റിൽ നിന്ന് അടുത്തയാളെ നിയമിക്കുമെന്ന് കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് KB മോഹൻദാസ് പറഞ്ഞു. അടുത്ത ടൈം ഈഴവ വിഭാഗത്തിനാണ്. അതിനാൽ റാങ്ക് ലിസ്റ്റിലെ ഈഴവ ഉദ്യോഗത്തിക്കാണ് ഇനിയും നിയമനം ലഭിക്കേണ്ടത്. ക്ഷേത്രത്തിൽ 2 കഴകം തസ്തികയാണുള്ളത്. ഒന്ന് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് വഴിയുള്ള സ്ഥിരം നിയമനവും, രണ്ടാമത്തേത് 2 മാസം മാത്രമുള്ള കാരായ്മ തസ്തികയും. ഒരേ സമയം ഒരാൾ മാത്രമേ ജോലിക്ക് ഉണ്ടാവുകയുള്ളൂ. സ്ഥിരം കഴകക്കാരൻ 2 മാസം മറ്റു ജോലികൾ ചെയ്യണം. ജാതിയുടെ പേരിൽ ബാലുവിനെ മാറ്റി നിർത്തിയതിനെതിരെ വ്യാപകമായ പ്രതിഷേധം ഉയർന്നിരുന്നു. മനുഷ്യാവകാശ കമ്മീഷൻ സ്വയമേ കേസെടുക്കുകയും ചെയ്തു. നിയോഗിച്ച തസ്തികയിൽ തന്നെ ബാലു ജോലി ചെയ്യുമെന്ന് ദേവസ്വം മന്ത്രി VN വാസവൻ നിയമസഭയിൽ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഭരതപ്രതിഷ്ഠയുള്ള അപൂർവ ക്ഷേത്രമായ കൂടൽമാണിക്യം ജാതി വിവേചനങ്ങളുടെ പേരിൽ കുപ്രസിദ്ധമാണ്. തന്ത്രിമാർ കുളിക്കുന്ന കടവിലെ വെള്ളമാണ് വിഗ്രഹത്തിൽ അഭിഷേകത്തിനും ഭക്തർക്ക് തീർത്ഥം നൽകാനും ഉപയോഗിക്കുന്നത്. കുംഭമേളയിൽ മലിനജലം കുടിച്ച ആളുകൾ ആശുപത്രിയിലായ വാർത്തകളൊക്കെ നമ്മൾ സ്ഥിരേന കേട്ടിരുന്നതാണ്. എന്നിട്ടാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിലും ഇക്കാലത്തും ഇത്തരത്തിലുള്ള അന്ധവിശ്വാസം. എന്തുകൊണ്ടാണ് കേരളത്തിൽ താമര വിരിയാൻ ഇത്ര പ്രയാസം എന്നുള്ള BJP-ക്കാരുടെ മറുപടികൾക്ക് ഇതിനും നല്ലൊരു മറുപടി കൊടുക്കാനുള്ള എന്ന് വേണം പറയാൻ. ഒരു തവണയെങ്കിലും കേരളം BJP ഭരിക്കുകയാണെങ്കിൽ എമ്പുരാനിൽ പറയുന്നത് പോലെ ഏതെങ്കിലും ഒരു ഡാം ബോംബിട്ട് തകർക്കുന്നത് തന്നെയായിരിക്കും നല്ലത്.